السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين ولا عدوان إلا على الظالمين. الصلاة والسلام على سيدنا محمد صلى الله عليه وعلى آله وصحبه أجمعين وبعد. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലും ഇബാദത്തുകളുമൊക്കെ അവൻ്റെ അടുക്കൽ സ്വാലിഹായ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആക്ക് വസിയ്യത്ത് ചെയ്തവരുണ്ട്. അല്ലാഹു എല്ലാവരുടെ മുറാദുകളും ഹാസുലാക്കി നൽകട്ടെ. രോഗികൾക്ക് അല്ലാഹു പൂർണ്ണ ശിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നമുക്ക് സ്വതന്ത്രമായി ജീവിക്കുവാനുള്ള അനുവാദം നൽകിയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ തൗഫീഖില്ലാതെ, അവൻ്റെ പ്രത്യേകമായ പരിഗണനയില്ലാതെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നിമിഷം പോലും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. മഹാന്മാർ ദുആ ചെയ്യാൻ വേണ്ടി പറയുന്നിടങ്ങളിലൊക്കെ ജീവിതത്തിൽ എപ്പോഴും തൗഫീഖ് ഉണ്ടാകാൻ വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ട്. അല്ലാഹുമ്മ ജഅലി തൗഫീഖ റഫീഖനാ വസ്സിറാത്തൽ മുസ്തഖീമ ത്വരീഖനാ. നമ്മളെപ്പോഴും ദുആ ചെയ്യാറുള്ളതാണ്. തൗഫീഖിനെ എൻ്റെ കൂട്ടുകാരനാക്കണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. റഫീഖ് എന്ന് പറഞ്ഞാൽ വേർപിരിയാത്ത കൂട്ടുകാരനാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും നിമിഷങ്ങളിലും നമ്മുടെ കൂടെ തൗഫീഖ് ഒരു കൂട്ടുകാരനായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ കാര്യങ്ങളെയും അല്ലാഹു തആല എന്നിൽ നിന്ന് ഏറ്റെടുക്കുമെന്നാണ്. നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങളും പുരോഗതിയും സൗകര്യങ്ങളും അഭിവൃദ്ധിയുമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതു നേട്ടമുണ്ടെങ്കിലും, നമ്മൾ ആഗ്രഹിക്കുന്ന ഏത് ഭൗതികമായ സൗകര്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിൻ്റെ തൗഫീഖില്ല എങ്കിൽ നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല. അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടല്ലാതെ ഒരു നിമിഷം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും പറയാറുണ്ട്, ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ എന്തൊരു കാര്യം നിർവഹിക്കുകയാണെങ്കിലും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടല്ലാതെ ആ കാര്യം അവസാനിപ്പിക്കാൻ പാടില്ല എന്നാണ്. ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ നാളെ ഇന്ന സ്ഥലത്തേക്ക് പോകുമെന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് എന്ന് അവൻ പറഞ്ഞിരിക്കണം. അള്ളാഹുവിനെ ഏൽപ്പിക്കലാണ്. സ്വതന്ത്രമായി സ്വയം പര്യാപ്തതയോടുകൂടി കാര്യങ്ങളെ ചെയ്യാൻ എനിക്ക് കഴിയില്ല എന്ന ഒരു തിരിച്ചറിവാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പുരോഗതികളെയും നമ്മൾ വിലയിരുത്തേണ്ടത്. നമ്മളൊക്കെ നമ്മുടെ സമ്പത്തിൽ അഭിവൃദ്ധി ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ മക്കൾ സ്വാലിഹീങ്ങളാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. നമ്മുടെ ജോലിയും ദാമ്പത്യവും കുടുംബവും ഒക്കെ സന്തോഷകരമാണെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ അതിന് അനിവാര്യമായ കാരണങ്ങളെ നമ്മൾ നിരത്തി വെച്ചിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതുണ്ട്. കുടുംബത്തിൽ സന്തോഷമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ തൗഫീഖ് അവതരിക്കാൻ അനിവാര്യമായ, കുടുംബങ്ങളിൽ അള്ളാഹുവിൻ്റെ ബറക്കത്ത് അവതരിക്കാൻ അനിവാര്യമായ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടാറുണ്ടോ? ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖ്ബറകളാക്കി മാറ്റാൻ പാടില്ല. വീടുകൾ മഖ്ബറകളാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു നിശബ്ദമായ ഇബാദത്തുകളില്ലാതെ, വിശുദ്ധ ഖുർആൻ പാരായണങ്ങളില്ലാതെ, മറ്റു സൽക്കർമ്മങ്ങളൊന്നുമില്ലാത്ത കേവലം സത്രങ്ങൾ മാത്രമായി വീടുകളെ മാറ്റിയെടുക്കാൻ പാടില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തും നബി തങ്ങളുമൊക്കെ പള്ളിയിൽ നിന്ന് ഫർദ് നമസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നമസ്കാരം വീട്ടിലാക്കുന്നതിൽ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. വീടാണ് ബറക്കത്തിൻ്റെ പ്രധാന ഉറവിടം. വീട്ടിൽ നിന്ന് ബറക്കത്ത് ലഭിക്കാൻ അനിവാര്യമായ കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുന്നില്ല എങ്കിൽ നമ്മളുടെ കുടുംബത്തിൽ സന്തോഷമുണ്ടാകില്ല, സാമ്പത്തികമായ പുരോഗതികൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാ അർത്ഥത്തിലും അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ അനിവാര്യമായ കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് ആദ്യം നമ്മൾ കൊണ്ടുവരേണ്ടത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലാണ്.
ഒന്നാമതായി വിശുദ്ധ ഖുർആൻ പാരായണം തന്നെയാണ്. മഹാന്മാരായ സ്വഹാബികളും പിൽക്കാലത്ത് വന്ന താബിഈങ്ങളുമൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് എത്ര ഖത്മാണ് അവർ ഓതി തീർക്കുന്നത് എന്ന് പ്രത്യേകം നോക്കാറുണ്ടായിരുന്നു. മരണസമയമൊക്കെ എത്തുമ്പോൾ അവർ പറയും തൻ്റെ കൂടെയുള്ളവരോട്, 100 കണക്കിന് ഖത്മുകൾ ഞാൻ ഓതി തീർത്ത റൂമാണിത്, 100 കണക്കിന് ഖത്മുകൾ ഞാൻ ഓതി തീർത്ത ഭവനമാണിതെന്ന് അവർ സന്തോഷത്തോടു കൂടി പറയും. മരണപ്പെടുന്ന സമയത്ത് ദാരിദ്ര്യത്തിലോ പട്ടിണിയിലോ അവർക്ക് പേടിയുണ്ടാകില്ല. അവർ പറയും, ഞാൻ എല്ലാ ദിവസവും ഈ വീട്ടിൽ നിന്ന് സൂറത്തുൽ വാഖിയ പാരായണം ചെയ്തവരാണ്. സൂറത്തുൽ വാഖിയ പാരായണം ചെയ്താൽ കുടുംബത്തിൽ ദാരിദ്ര്യം ഉണ്ടാകില്ല എന്ന് ഹബീബുനാ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞു എന്ന ഒറ്റ കാരണം കൊണ്ട് താൻ മരിച്ചു പോകുന്ന സമയത്ത് തന്റെ പെൺകുട്ടികളുടെ കാര്യത്തിൽ ഒരു ആശങ്കയുമില്ലാതെ സൂറത്തുൽ വാഖിഅയുടെ സംരക്ഷണം അവർക്കുണ്ടാകുമെന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ കൂടെയുള്ളവരോട് സന്തോഷം പ്രകടിപ്പിച്ചിരുന്നു. വീടിനെ നമ്മൾ പറയാറുണ്ടല്ലോ ഇൻഷൂർ ചെയ്യാന്നൊക്കെ. നമ്മുടെ വീടിനെയും നമ്മുടെ കുടുംബത്തെയും ഒക്കെ ഇൻഷൂർ ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴിയാണ്. ഇൻഷുറൻസ് കമ്പനിക്കല്ല ഇൻഷൂർ ചെയ്യാൻ കൊടുക്കേണ്ടത്, പ്രപഞ്ചത്തിന്റെ പരിപാലകനായ അള്ളാഹുവിനാണ് കൊടുക്കേണ്ടത്. അള്ളാഹു അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കും. സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്ന വീട്ടിൽ അള്ളാഹുവിന്റെ കാവലുണ്ടാകുമെന്നും പിശാചിന്റെ ഉപദ്രവങ്ങൾ ഉണ്ടാവില്ല എന്നും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് നമ്മുടെ വീടുകളെ ബറക്കത്തുള്ള അള്ളാഹുവിന്റെ മാലാഖമാരുടെ റഹ്മത്തിറങ്ങുന്ന വീടുകളാക്കി മാറ്റാൻ മുൻഗാമികൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നത്. അതുകൊണ്ടാണ് എങ്ങനെയാണ് നമ്മുടെ പഴമകൾ, എങ്ങനെയാണ് നമ്മുടെ പഴയകാല കുടുംബജീവിതങ്ങൾ ഉണ്ടായിരുന്നത്? മഗ്രിബിന് മുമ്പേ കുട്ടികളെ മുഴുവൻ വീട്ടിനകത്തേക്ക് കയറ്റിയിരുത്തി എല്ലാവരും വുളൂ ചെയ്ത് നിസ്കാരത്തിന് വേണ്ടി കാത്തിരുന്ന് മഗ്രിബ് നമസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ ഇശാഇനിടയിൽ പിന്നെ പൊതുവർത്തമാനങ്ങളില്ല, പിന്നെ അനാവശ്യ സംസാരങ്ങളില്ല. ദിക്റിലും മൗറാദിലും ഖുർആൻ പാരായണത്തിലുമായി സമയം അങ്ങനെ ചെലവഴിക്കുന്ന രീതിയാണ്. എന്തുകൊണ്ടാണ്? പിശാചിന്റെ ഉപദ്രവങ്ങൾ ഏറ്റവും കൂടുതൽ ഏൽക്കാൻ സാധ്യതയുള്ള സമയങ്ങളിൽ ഈ സമൂഹത്തിനെ സംരക്ഷിക്കാൻ നമ്മുടെ മുൻഗാമികൾ ഉണ്ടാക്കി കൊടുത്ത മാതൃകകളാണത്. യമനിൽ നിന്നും കടന്നു വന്ന ഹദ്ദാദ് റാത്തീബ് നമ്മുടെ വീട്ടുകളിൽ പതിവായത് എങ്ങനെയാണ്? എന്താണ് ഹദ്ദാദ് റാത്തീബിൽ ചൊല്ലുന്ന ഓരോ ദിക്റുകളുടെയും പവിത്രതയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഹദീസിൽ പറഞ്ഞു വെച്ച പുണ്യമുള്ള ദിക്റുകളെ മാത്രം ക്രോഡീകരിച്ചുകൊണ്ട് തയ്യാറാക്കിയതാണ് ഹദ്ദാദ് റാത്തീബ്. ഓരോ ദിക്റുകൾക്കും ആയിരക്കണക്കിന് മടങ്ങ് പ്രതിഫലമുള്ള ഫലമുണ്ടാകുന്ന അദ്കാറുകളാണ്. ആയത്തുൽ കുർസി കൊണ്ടാണ് തുടങ്ങുന്നത്. സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ ആയത്തുകളെ കൊണ്ടാണ് തുടങ്ങുന്നത്. എന്തൊരു പോരിശകളാണ് ആയത്തുകൾക്ക്. ആയത്തുൽ കുർസിയെ പാരായണം ചെയ്തിട്ട് രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ ആ രാത്രി പുലരുന്നവരെ ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലല്ലാതെ അവന് ഉറങ്ങില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സംരക്ഷണം ഉണ്ടാകും, ഒരു ഉപദ്രവം അവനെ ഏൽക്കില്ല. അങ്ങനെയുള്ള ദിക്റുകൾ കൊണ്ട് ഒരു വീടിനെ കാവലൊരുക്കണമെന്ന് കരുതിയിരുന്നു ഒരു കാലത്ത് നമ്മുടെ കുടുംബങ്ങളിൽ, അല്ലേ? സൂറത്ത് യാസീൻ പാരായണം ചെയ്തിരുന്നു, സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ ദുഹാൻ, സൂറത്തുർ റഹ്മാൻ, സൂറത്തുൽ വാഖിഅ. ഇങ്ങനെയുള്ള വിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളിലൂടെയാണ് ഒരു തലമുറയെ അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ നമ്മുടെ മുൻഗാമികൾ സന്നദ്ധമായത്. നമ്മുടെ കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഓതുന്ന പരിശുദ്ധ ഖുർആനിന്റെ അതിന്റെ ബറക്കത്തുകൾ മക്കളുടെ സ്വഭാവ രൂപീകരണത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? സൂറത്തുൽ ബഖറയും സൂറത്തു യാസീനും ഒക്കെ പാരായണം ചെയ്യുന്ന കുടുംബങ്ങളിൽ അവിടെ പിശാചിന്റെ ദുർബോധനങ്ങൾ ഏൽക്കില്ല. പിശാചിന് മക്കളെ ഉപദ്രവിക്കുവാനോ നമ്മുടെ കുട്ടികളെ അപായപ്പെടുത്താനോ കഴിയില്ല. അവർക്ക് റഹ്മത്തുകൾ അവരെ പൊതിഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. ഒന്നുകിൽ സ്വാലിഹീങ്ങളുടെ അടുക്കൽ കൊണ്ടുപോയിട്ട് നമ്മളെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിക്കണം. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കുഞ്ഞായിരിക്കുമ്പോഴാണ് കുടുംബം കൊണ്ടുവന്ന് നബി തങ്ങളെ ഏൽപ്പിക്കുന്നത്. അവർക്ക് ദുആ ചെയ്തു കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് സമ്പത്തിലും സന്താനങ്ങളിലും അല്ലാഹുവിൻ്റെ ബറക്കത്തുണ്ടാകട്ടെ എന്ന് ദുആ ചെയ്തു എന്നാണ്. ഒരുപാട് വർഷങ്ങൾ 100 വയസ്സോളം ജീവിച്ചു മഹാനായ അനസ് റളിയല്ലാഹു അൻഹു. തലമുറകളോളം ഒരുപാട് സന്താനങ്ങൾ ഉണ്ടായി.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാഹിയ്യത്തിന്റെ ലിസാന് കൊണ്ടുള്ള ദുആയായിരുന്നു അത്. നമ്മുടെ മക്കൾക്ക് നമ്മൾ കാവലുണ്ടാക്കി കൊടുക്കേണ്ടത് സ്വലാഹിയ്യത്തിന്റെ പ്രാർത്ഥനകളെ കൊണ്ടാണ്. സ്വലാഹിയ്യത്തിന്റെ പ്രാർത്ഥനകളെ കൊണ്ടാണ് കാവലുണ്ടാക്കേണ്ടത്. അത് നേരത്തെ ചെയ്യേണ്ടതാണ്, നിരന്തരമായി ചെയ്യേണ്ടതാണ്. എവിടെയൊക്കെയാണ് അല്ലാഹുവിൽ നിന്നുള്ള ബറക്കത്ത് ലഭിക്കാൻ അനിവാര്യമായ ഇടങ്ങൾ, അതൊക്കെ നമ്മുടെ മക്കളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം. ഇന്നത്തെ കാലത്ത് നമ്മൾ കൂടുതൽ അത് ചെയ്യേണ്ടതാണ്. എന്തുകൊണ്ട്? നമ്മുടെ കുടുംബങ്ങൾ ശിഥിലമാകാൻ ഇന്ന് കാരണങ്ങൾ കൂടി വരികയാണ്. കുട്ടികൾ വഴിതെറ്റിപ്പോകാൻ കാരണങ്ങൾ കൂടി വരികയാണ്. ഒരിക്കലും നമ്മുടെ കണ്ണിൻ്റെ നോട്ടം കൊണ്ട്, കണ്ണുകൊണ്ടുള്ള പരിശോധനയിൽ കൊണ്ടോ അല്ലെങ്കിൽ കണ്ണുകൊണ്ടുള്ള നിരീക്ഷണം കൊണ്ടോ നമ്മുടെ മക്കളെയോ കുടുംബത്തെയോ നമ്മുടെ സമ്പത്തിനെയോ സംരക്ഷിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. നമ്മളുടെ കണ്ണുകളേക്കാൾ മൂർച്ചയേറിയ കണ്ണുകളാണ് അപഹരിക്കാൻ കാത്തിരിക്കുന്ന മോഷ്ടാക്കൾക്കുള്ളത്. CCTV പോലും വെക്കുന്ന കാലത്ത് അതിനെയും മറികടന്നുകൊണ്ട് മോഷണം നടക്കുന്ന കാലമാണ്. നമ്മളെ കൊണ്ട് ഇതൊന്നും സംരക്ഷിക്കാൻ കഴിയില്ല. പിന്നെ എന്താണ് പരിഹാരം? അള്ളാഹുവിനെ ഏൽപ്പിക്കലാണ്. അള്ളാഹിനെ ഏൽപ്പിക്കണം. വീടുകളിൽ നിന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈമാനികമായ അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കണം. 5 വയസ്സായിട്ട് നമ്മുടെ കുട്ടികൾ മദ്രസയിൽ ചേരുന്നതിന് മുമ്പേ ഫാത്തിഹയും അതുപോലെ സ്വലാത്തുകളും ഒക്കെ ചൊല്ലുന്ന ഒരു ശീലം നേരത്തെ കുട്ടികൾക്കുണ്ടായിരുന്നു. വല്യമ്മാൻ്റെയും വല്യപ്പാൻ്റെയും ഒക്കെ മുസല്ലയുടെ ചാരത്തിരുന്ന്, മുസല്ലയുടെ പരിസരത്തിരുന്നിട്ട് ഖുർആൻ ഓതി പഠിക്കുന്ന, ദിക്ർ ചൊല്ലി പഠിക്കുന്ന, മൗലിദ് ഓതി പഠിക്കുന്ന പതിവുകളായിരുന്നു നമ്മുടെ വീടുകളിൽ മുമ്പുണ്ടായിരുന്നത്. മടക്കി കൊണ്ടുവരണം ആ സുഹൃതങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വീടുകളിൽ ബറക്കത്തുണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എല്ലാ കാര്യങ്ങളും, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ ഇടപാടുകളും രാവിലെ നേരത്തെ എഴുന്നേറ്റുകൊണ്ട് ചെയ്യുക എന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ ദുആയുണ്ട്, അള്ളാഹുവേ എൻ്റെ ഉമ്മത്തിന്റെ പ്രഭാതത്തിൽ നീ അവർക്ക് ബറക്കത്ത് ചെയ്യണേ, അവർക്ക് പ്രഭാതത്തിൽ ബറക്കത്ത് ചെയ്യണമെന്ന് നബി തങ്ങളുടെ ദുആയാണ്. എല്ലാ കാര്യങ്ങളും നേരത്തെ എഴുന്നേറ്റ് നേരത്തെ തുടങ്ങി നേരത്തെ പൂർത്തീകരിക്കേണ്ടവനാണ് മുസ്ലിം. അത് ഇസ്ലാമിക സംസ്കാരത്തിന്റെ ഭാഗമാണ്. നിസ്കാരവും നോമ്പും മാത്രമല്ല നമ്മുടെ സംസ്കാരം. നമ്മുടെ സംസ്കാരങ്ങളിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നേരത്തെ എഴുന്നേൽക്കുക, നേരത്തെ പണികളൊക്കെ തീർത്ത് നേരത്തെ കിടന്നുറങ്ങുക, അത് മുസ്ലിമിന്റെ രീതിയാണ്. മുസ്ലിമിന്റെ സംസ്കാരം അങ്ങനെയാണ്. ഇവിടെ മറ്റാരോ ഉണ്ടാക്കി വെച്ച ഒരു ദൈനംദിന ക്രമങ്ങൾക്കനുസരിച്ചുകൊണ്ടാണ് ഇന്ന് നമ്മൾ പോലും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. 10 മണിക്ക് മാത്രമേ ഒരു ദിവസത്തെ ഔദ്യോഗിക ജീവിതം തുടങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മളെ പഠിപ്പിച്ചത് ആരാണ്? അങ്ങനെ ഒരു നിയമമില്ലല്ലോ, അങ്ങനെ ഒരു നിയമമൊന്നുമില്ലല്ലോ. രാവിലെ 6 മണിക്ക് തന്നെ ജോലി തുടങ്ങിയിട്ട് ഉച്ചയോടുകൂടി ജോലി അവസാനിപ്പിക്കുന്ന ഔദ്യോഗിക കൃത്യനിർവഹണങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ 10 മണിക്ക് തുടങ്ങിയാൽ മതി എന്ന് ഏതോ ലോകത്തുള്ള ഏതോ ആളുകൾ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചതിൻ്റെ ഫലമായി നമ്മളും ഇന്ന് അങ്ങനെ ശീലിക്കാൻ തുടങ്ങുകയാണ്. രാത്രി 12 മണി വരെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയെടുക്കണമെന്ന് ആര് പഠിപ്പിച്ചതാണ്? ആര് പറഞ്ഞു വെച്ചതാണ്? അങ്ങനെ ഒരു നിയമമൊന്നുമില്ലല്ലോ. ഇശാ നമസ്കാരം കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുന്ന പതിവാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുണ്ടായിരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമികമായ കർമ്മങ്ങൾ, ഇബാദത്തുകൾ, നമ്മുടെ അനിവാര്യമായ ചില കർമ്മങ്ങൾ നിർവഹിക്കാൻ സാധ്യമാകുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കുടുംബ ജീവിതത്തെയും വ്യക്തി ജീവിതത്തെയും ക്രമീകരിക്കേണ്ടത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം കൂടി പറയുകയാണ്, നമ്മുടെ കുടുംബത്തിലും നമ്മളുടെ മക്കൾ സ്വാലിഹ്യങ്ങളാകാനും സമ്പത്തിൽ അള്ളാന്റെ ബറക്കത്തുണ്ടാകാനും ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഹലാലായ സമ്പാദ്യം മാത്രം സ്വീകരിക്കുക എന്നതാണ്. മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദുആക്ക് ഇജാബത്ത് കിട്ടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, നിന്റെ സമ്പാദ്യം നീ ഹലാലാക്കുക. നിന്റെ സമ്പാദ്യം നീ ഹലാലാക്കിയാൽ നിന്റെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകും. സമ്പാദ്യം ഹലാൽ അല്ലെങ്കിൽ ഹറാമായ നിഷിദ്ധമായ ഒരു ഫിൽസെങ്കിലും നമ്മുടെ കയ്യിൽ വന്നു പെട്ടാൽ അല്ലാഹു നമ്മുടെ ദുആ സ്വീകരിക്കില്ല. എന്തുകൊണ്ടാണെന്നറിയോ? സമ്പാദ്യം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അല്ലാഹു തആല സമ്പത്തിനെ നിക്ഷേപിച്ചിട്ടുള്ളത് നമുക്ക് വ്യക്തിപരമായി മാത്രം സ്വീകരിക്കാൻ വേണ്ടിയല്ല, ഭൂമിയിലുള്ള എല്ലാവർക്കും സന്തുലിതമായ ഒരു ജീവിതം സാധ്യമാക്കി കൊടുക്കാൻ വേണ്ടിയാണ്. ആ സന്തുലിതമായ ജീവിതം സാധ്യമാക്കി കൊടുക്കാൻ ആവശ്യമായ വിഭവമാണ്, സമ്പത്താണ് ഞാൻ ഹലാലല്ലാതെ സ്വീകരിക്കുമ്പോൾ അതൊരു ഫിൽസാണെങ്കിലും എൻ്റെ കയ്യിൽ വന്ന് പെടുന്നത്. അത് പെട്ടാൽ അള്ളാഹു ഈ ഭൂമിയിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന നീതിക്ക് എതിരെ
എൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു നീക്കമുണ്ടാവുകയാണ്. അത് അള്ളാഹുവിന് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ടാണ് ഹറാമായ ഒരു ഹിൽസ് പോലും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാഗമാകരുത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരന്തരമായി നമ്മൾ ഉപദേശിച്ചു കൊണ്ടിരുന്നത്. അതിൻ്റെ പേരിൽ നമുക്ക് ചില സൗകര്യങ്ങൾ കുറഞ്ഞു പോയാലും ശരി, അതിൻ്റെ പേരിൽ നമുക്ക് ചില സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാലും ശരി, ഹറാമായ ഭക്ഷണമോ ഫിൽസോ നമ്മുടെ കയ്യിൽ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെയാണ് നമ്മുടെ കുടുംബങ്ങളെ പരസ്പരം തമ്മിൽ വിളക്കി ചേർക്കുന്ന ബന്ധങ്ങൾ ഉണ്ടാകണം. കുടുംബങ്ങൾ അകലം സൃഷ്ടിക്കുന്നവന്റെ പ്രാർത്ഥന സ്വീകരിക്കില്ല ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. ഒരു കുടുംബ ബന്ധം തകർക്കുക എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ സന്തുലിതമായ ജീവിതം തകർന്നു പോവുകയാണ്. കുടുംബ ബന്ധം തകരുന്നതോടുകൂടി സംഭവിക്കുന്നത് ഒരുപാട് തിന്മകൾക്കുള്ള വാതിലുകൾ തുറക്കപ്പെടുകയാണ്. എൻ്റെ കുടുംബമാണ് അവർ എന്ന ബോധം എനിക്കുണ്ടാകുന്ന കാലത്തോളമാണ് അവരുമായി സ്നേഹമുണ്ടാകുന്നത്, വാത്സല്യമുണ്ടാകുന്നത്, സൗഹൃദങ്ങൾ ഉണ്ടാകുന്നത്. അവർ എൻ്റെ ശത്രുവായി ഞാൻ അവരെ കാണുന്ന കാലം മുതൽ പിന്നെ പകയായി, വിദ്വേഷമായി, വെറുപ്പായി, അപഹരിക്കലുകളായി, കലഹങ്ങളായി സമൂഹത്തിൽ സമാധാനമുണ്ടാവുമോ? ഈ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കും ആശ്വാസത്തോടു കൂടി ജീവിക്കാൻ സാധ്യമാകുന്ന നിയമ സംവിധാനങ്ങളാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതിന് ഏതെങ്കിലും അർത്ഥത്തിൽ നമ്മൾ തടസ്സം നിന്നാൽ അള്ളാഹു നമ്മുടെ ഇബാദത്തുകളും കർമ്മങ്ങളും സ്വീകരിക്കില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കുടുംബത്തിൽ അള്ളാഹുവിൻ്റെ ബറക്കത്ത് ലഭിക്കാൻ, വീടുകളിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള തൗഫീഖ് ലഭിക്കാൻ അനിവാര്യമായ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടു നടക്കുക. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ വീട്ടുകാരോട് സലാം പറയണം. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ വീട്ടുകാരോട് സലാം പറയണം. വീട്ടിലേക്ക് ആരെങ്കിലും ഭക്ഷണം ചോദിച്ചു വരുമ്പോൾ കൈയയച്ചു കൊടുക്കണം. പിശുക്ക് കാണിക്കാൻ പാടില്ല. കൊടുക്കുന്നവൻ അള്ളാഹു വീണ്ടും വീണ്ടും വർധനവ് നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വീട്ടിലുള്ള എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുക. ഉപ്പ വരുമ്പോൾ ഉപ്പ ഭക്ഷണം കഴിച്ചു പോകും, മകൻ വരുമ്പോൾ മകൻ ഭക്ഷണം കഴിച്ചു പോകും, ഉമ്മ പിന്നെ എപ്പോഴെങ്കിലും കഴിക്കും. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാൽ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ബറക്കത്തുണ്ടാകുമെന്നാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അല്പം ഭക്ഷണമാണെങ്കിലും ശരി, അല്പമേ ഉള്ളൂ എങ്കിലും ശരി, നമ്മളത് ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു കുടുംബനാഥൻ മനസ്സറിഞ്ഞ് വിചാരിച്ചാൽ ആ കുടുംബത്തിലെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഏറ്റവും മികച്ചവരാക്കി മാറ്റിയെടുക്കാൻ കഴിയും. പള്ളിയിൽ ഉസ്താദോ ഖത്തീബോ പണ്ഡിതന്മാരോ അല്ല വിചാരിക്കേണ്ടത്, കുടുംബനാഥനാണ് തീരുമാനിക്കേണ്ടത്. ആ കുടുംബനാഥൻ ഒരു മുറബിയായി കഴിഞ്ഞാൽ, ആ കുടുംബനാഥൻ ഒരു പരിശീലകനായി കഴിഞ്ഞാൽ കുട്ടികളുടെ എല്ലാ സംസ്കാരത്തിൻ്റെയും ഉറവിടം അവിടെ നിന്നാണ് അവർക്കുണ്ടാക്കിയെടുക്കാൻ കഴിയും. അതിനാവശ്യമായ പരിശീലനങ്ങളും സൗകര്യങ്ങളും സന്നാഹങ്ങളും ഒക്കെ നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളെ സന്തോഷത്തിൻ്റെ ഭവനങ്ങളാക്കി അള്ളാഹു മാറ്റിയെടുക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇന്നത്തെ പിരിവ് ഇൻഷാ അല്ലാഹ് നമ്മുടെ മഹലിലെ ആശ്വാസ് എന്ന പദ്ധതിക്ക് വേണ്ടിയുള്ളതാണ്. എല്ലാ മാസവും നിങ്ങൾ നൽകുന്നത് പോലെ കാര്യമായി തന്നെ സ്വതക്കകൾ നൽകണം. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇന്ന് മഗ്രിബിന് ശേഷം നമ്മുടെ മദ്രസയിൽ വെച്ചുകൊണ്ട് സ്വലാത്ത് നടക്കുന്നുണ്ട്. എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും ഒക്കെ സ്വലാത്തിൽ പങ്കെടുക്കണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് മരണപ്പെട്ട താണിക്കാട് ഏന്തീൻ എന്നിവർക്ക് വേണ്ടിയുള്ള ദിക്ർ ഇൻഷാ അല്ലാഹ് ഇന്ന് ജുമാക്ക് ശേഷം നടക്കും. വളരെ പെട്ടെന്നുള്ളൊരു വിയോഗമായിരുന്നു. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അവരുടെ കുടുംബങ്ങൾ അവർക്ക് വേണ്ടി ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും അവരുടെ ഖബറിൽ അള്ളാഹു അവർക്ക് വെളിച്ചമാക്കി കൊടുക്കട്ടെ. സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ അവരെയും നമ്മളെയും ഒക്കെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഒരുപാട് ആളുകൾ നമ്മുടെ നവീകരണത്തിലേക്ക് സഹായിച്ചവരുണ്ട്. മുളന്തല ഇച്ചാപ്പ എന്നവരുടെ ബഷീർ 25,000 രൂപ, മരിച്ച ഉപ്പ ഉമ്മ ജ്യേഷ്ഠൻ എന്നിവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, പിലാക്കാട്ടിൽ ബാവഹാജിയുടെ ഭാര്യ 10,000 രൂപ, മുളന്തല ഹംസ എന്ന മോൻ 10,000 രൂപ, എരിഞ്ഞിക്കത്ത് യംസഹാജി സൺ ഓഫ് കുഞ്ഞാപ്പു ഹാജി 5,000 രൂപ അവരുടെ മരണപ്പെട്ട ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മണ്ണാരത്തൊടുവിൽ ഹിദർ എന്നിവർ മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും ദുആ ചെയ്യാൻ 4,000 രൂപ, ഒരു സഹോദരൻ മരിച്ച ഉമ്മാക്കും ഉപ്പാക്കും ദുആ ചെയ്യാൻ 5,000 രൂപ, ഒരു സഹോദരി 2,500 രൂപ, കുണ്ടനി ഏന്തിൻകുട്ടി എന്നവരുടെ മകൾ 2,800 രൂപ മരിച്ച ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ, കുണ്ടനി ഹംസ എന്ന കുഞ്ഞിപ്പ ഹാജി അവരുടെ മരണപ്പെട്ട ഉപ്പാക്ക് വേണ്ടി ദുആ ചെയ്യാൻ 10,000 രൂപ നൽകിയിട്ടുണ്ട്. അള്ളാഹു അവരുടെ എല്ലാവരുടെയും മുറാദുകളെ ഹാസുലാക്കി കൊടുക്കട്ടെ. അവർ നൽകിയ സുദഖയുടെ പ്രതിഫലങ്ങൾ അവർ ആരെ നിയ്യത്താക്കിയിട്ടാണോ നൽകിയതെങ്കിൽ അവരുടെ ഖബറുകളിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആ സുദഖയുടെ പ്രതിഫലമായി അവരുടെ ഖബറിൽ അള്ളാഹു വെളിച്ചം പ്രദാനം ചെയ്യട്ടെ. ഈ സുദഖയുടെ ഭാഗമായി നമ്മുടെ പള്ളിയിൽ നിർവഹിക്കപ്പെടുന്ന എല്ലാ ഇബാദത്തുകളുടെയും ഫലങ്ങൾ അന്ത്യനാൾ വരെ ഒരു ജാരി
ജാരിയായ സ്വതക്കയായി അവരുടെ ഖബറുകളിലേക്ക് അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ആ സ്വതക്ക നൽകിയ കുടുംബങ്ങൾക്ക്, ഇതിനു മുമ്പും സ്വതക്ക നൽകിയ കുടുംബങ്ങൾക്ക് അല്ലാഹു സന്തോഷവും ഖൈറും ബറക്കത്തും അഭിവൃദ്ധിയും അവരുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഇതിലേക്ക് സഹായിക്കാൻ സന്നദ്ധരായ ആളുകൾ, നമ്മുടെ കമ്മിറ്റിയുടെ ഉത്തരവാദപ്പെട്ട ആളുകൾക്ക് പ്രത്യേകം അതിൻ്റെ അറിയിപ്പ് കൊടുത്ത് ഇതിൻ്റെ ഭാഗമാകണമെന്ന് അറിയിക്കുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ മഹലിൻ്റെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ കൈമാറാൻ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഒരുപാട് ആളുകൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇനി അതിൽ ഭാഗമാകാൻ കഴിയാത്തവർ നമ്മുടെ പള്ളിയുടെ പുറത്ത് അവരുടെ പേരും ഫോൺ നമ്പറും എഴുതാനുള്ള സൗകര്യമുണ്ട്. അതിൽ പേരും ഫോൺ നമ്പറും എഴുതി ആ മഹലിൻ്റെ ഈ സംവിധാനത്തിൻ്റെ ഭാഗമാവുക. അള്ളാഹു നമ്മുടെ മഹലിൽ അള്ളാഹുവിൻ്റെ എല്ലാ ഖൈർ ബറക്കത്തുകളെ കൊണ്ടും അനുഗ്രഹിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.